ഹായ് മെല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേരള ഫൈനാൻഷ്യൽ കോഡ്, അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 2020 ഒക്ടോബറിൽ നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ഒരു ചോദ്യപേപ്പറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതുന്നെങ്കിലും, അത് ലോവറായാലും ഹയറായാലും ഇനി എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ പരീക്ഷയായാലും ഇത്തരം ചോദ്യപേപ്പറുകളുമായി ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ കോഡിൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഈ ചോദ്യപേപ്പറുമായി പരിചയത്തിലാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു ചെന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾ കാണാം. അപ്പോൾ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ ടെക്സ്റ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ കോഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡാഷ് ഓഫ് KFC വോളിയം 1 അത് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ദ ഡീറ്റെയിൽസ് ഓഫ് റവന്യൂ റിലൈസ്ഡ് ബൈ ഗവൺമെൻറ് ആർ ഷോൺ ഇൻ ദ ഡാഷ് ഓഫ് ദ റെസിപ്റ്റ് ബുക്ക്. അതായത് ഗവൺമെൻറ്റിൽ കളക്ട് ചെയ്യുന്ന റവന്യൂവിൻ്റെ ഡീറ്റെയിൽസ് റെസിപ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് രേഖപ്പെടുത്തേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അതതിൻ്റെ കൗണ്ടർ ഫോയിലിൽ തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ കൺട്രോളിംഗ് ഓഫീസേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ടു സീ ദാറ്റ് റീകൺസിലിയേഷൻ ഓഫ് ദ ഫിഗേഴ്സ് ഫോർ മാർച്ച് ഈസ് കംപ്ലീറ്റഡ്. കണ്ടോ, അത് മാർച്ചിലെ റീകൺസിലിയേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ബിഫോർ ദ അക്കൗണ്ട്സ് ഓഫ് ദ ഇയർ ആർ ക്ലോസ്ഡ്. Rent of a government building used as residence should be fixed again by PWD for. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയേ. അഡീഷൻ ഓർ ഓൾട്ടറേഷൻ സബ്സിക്വൻ്റ്ലി മെയ്ഡ് എന്നാണ് അവിടെ വരുന്നതിൻ്റെ ആൻസർ. ആറാമത്തേത്, ഈസ് ദർ എനി ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഓർ എ ട്രഷറി ഓഫീസർ ടു ഇൻറ്റിമേറ്റ് ദ റെൻറ്റ് ഡിഡക്ഷൻ ടു ദ ഓക്യുപ്പൻസ് ഓഫ് ഗവൺമെൻറ് ബിൽഡിംഗ് ഓൺ റെസിപ്റ്റ് ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെൻറ്റ് നോട്ട് ഒബ്ലീഗ്ഡ് എന്നാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നില്ല. ഏഴാമത്തെ ചോദ്യം, വെൻ എനി ഗവൺമെൻറ് ബിൽഡിംഗ് ഓർ പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ടു എ പേഴ്സൺ നോട്ട് ഇൻ ഗവൺമെൻറ് സർവീസ്, the full assessed rent for dash month should be recovered from him in advance. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ റെൻറ്റ് ഒരിക്കലും അഡ്വാൻസ് ചെയ്ത് വാങ്ങാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നൺ ഓഫ് ദ എബവ് എന്നാണ്. നോട്ടായെന്ന് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളിലും കാണാം, അത് നൺ ഓഫ് ദ എബവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, എവറി ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സബ്മിറ്റ് ആനുവലി എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ റെമിഷൻസ് ഓഫ് റവന്യൂ സാങ്ഷൻ ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ ഓൺ ഓർ ബിഫോർ. ഇതിൻ്റെ ഡേറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അത് ജൂൺ 1 മുമ്പാണ്, ബിഫോർ June 1. Waiver of revenue is the forsaking of recovery of overpayments and other similar claims without exploring all possible means of recovery. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ബുക്കിൽ അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. ഇൻഡെക്സിൽ വേവർ ഓഫ് റവന്യൂ എന്ന് നോക്കുക, അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. അത് ഈ വേവർ ഓഫ് റവന്യൂ ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പത്താമത്തെ ചോദ്യം, the standards of financial propriety is the principle followed in expenditure. എക്സ്പെൻഡിച്ചറിലാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ ഫൈനാൻഷ്യൽ പ്രൊപ്രൈറ്റി ഫോളോ ചെയ്യുന്നത്. സർക്കാർ പണം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുതെന്നാണ് അതിൻ്റെ മീനിങ്. 11ാമത്തെ ചോദ്യം, ഇൻ എ ഡയറക്റ്റ് സ്റ്റോർ പർച്ചേസ് ടെൻഡർ accepted within the period of 1 year of issue of sanction and no payment affected, say sanction will not lapse എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അതായത് അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ അവിടുത്തെ സാങ്ഷൻ ഒരിക്കലും ലാപ്സായി പോവില്ല. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ പീരിയഡ് ഓഫ് നോട്ടീസ് റിക്വയർഡ് ഫോർ ആൻ അൺകണ്ടീഷണൽ പവർ ഓഫ് റിവക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ബൈ ഗവൺമെൻറ് ഫ്രം എ കോൺട്രാക്ട് ദാറ്റ് ലൈക്ലി ടു കണ്ടിന്യൂ മോർ ദാൻ 5 years. അത് അതിൻ്റെ പീരിയഡ് ഓഫ് നോട്ടീസ് 6 മാസമാണ്, 6 months. 13ാമത്തെ ചോദ്യം, എ ബിൽ ഓഫ് ക്ലെയിം ദാറ്റ് ഡു നോട്ട് റിക്വയർ കൗണ്ടർ സിഗ്നേച്ചർ ഹെൽപ്പ് ടു ഹാവ് ബിക്കം ഡ്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് സാങ്ഷൻ ഓർ അക്രൂവൽ വിച്ചെവർ ഈസ് ലേറ്റർ. അപ്പോൾ അത് നമ്മൾ പോയി നോക്കേണ്ടത് ആ ബില്ലുകൾ കൗണ്ടർ സിഗ്നേച്ചർ ഉള്ളതും ഇല്ലാത്തതെന്നും പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സെഗ്മെൻറ്റിലാണ് അത് വരുന്നത്, ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റാണത്. 14ാമത്തെ ചോദ്യം, വെൻ ഡു ദ ക്ലെയിംസ് ഓഫ് ട്രാവലിംഗ് അലവൻസ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെൻറ്റ്. ട്രാവലിംഗ് അലവൻസ് പേയ്മെൻ്റ് ആവുന്നത് ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദ മന്ത് ഓഫ് ജോണി. ഏത് മാസമാണോ യാത്ര നടത്തുന്നത് ആ മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസമാണത് ഡ്യൂ ആവുന്നത്.
15ാമത്തെ ചോദ്യം, ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% പെർ annum വിൽ ബി ചാർജ്ഡ് ഓൺ ദ അൺയൂട്ടിലൈസ്ഡ് പോർഷൻ ഓഫ് ടു അഡ്വാൻസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാവൽ ടു ഡേറ്റ് ഓഫ് റീഫണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ആ ടൂർ അഡ്വാൻസ് വാങ്ങുന്ന ഡേറ്റ് മുതൽ അവിടെ മുതൽ റീഫണ്ട് ചെയ്യുന്നത് എന്നാണോ അന്ന് വരെയാണ് അതിൻ്റെ പിഴ പലിശ നമ്മളതിന് കൊടുക്കേണ്ടത്. 16ാമത്തെ ചോദ്യം, ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഓഫ് ടൈം ടു ക്ലെയിം അരിയേഴ്സ് ഓഫ് പേ ആൻഡ് അലവൻസസ് ഇൻക്ലൂഡിംഗ് ലീവ് സാലറി ഈസ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് വെൻ ദ ക്ലെയിം ഫെൽ ഡ്യൂ ഫോർ പേയ്മെൻറ്റ്. ഉണ്ടോ? അപ്പോൾ ആ ക്ലെയിം ഡ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 5 വർഷത്തിനുള്ളിലാണ് അത് വാങ്ങേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു. 17ാമത്തെ ചോദ്യം, വാട്ട് ഇസ് എ നോർമൽ റേറ്റ് ഓഫ് റിക്കവറി ദാറ്റ് മേ ബി മെയ്ഡ് ഫ്രം ദ പേ ഓഫ് ഗവൺമെൻറ് സർവൻറ്റ്. ഉണ്ടോ? അപ്പോൾ അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ റിക്കവറിയും കൂടി മാക്സിമം വരാവുന്ന ഒരു എമൗണ്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? 33.3% അത്രയാണ് അത് വരാവൂ. എന്ന് പറഞ്ഞാൽ മൊത്തം ശമ്പളത്തിൻ്റെ 1/3 ഭാഗത്തേക്ക് കൂടുതൽ എല്ലാ റിക്കവറിയും കൂടി വരാൻ പാടില്ല. 18ാമത്തെ ചോദ്യം, ഓഡിറ്റ് ഓഫീസർ ഈസ് എംപവേർഡ് ടു റിപ്പോർട്ട് ടു ഗവൺമെൻറ് ആസ് ടു ദ അൺറെമഡീഡ് ഒബ്ജെക്ഷൻസ് കെപ്റ്റ് ഫോർ മോർ ദാൻ ഡാഷ് മന്ത്സ്. 3 months എന്നാണ് ഓഡിറ്റ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. The staff of Treasury Department are allowed to encash their salary bills on dash working day of a month. ഉണ്ടോ? ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിന് അത് ഫസ്റ്റ് വർക്കിംഗ് ഡേ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ കൊടുക്കേണ്ടതും സെക്കൻഡ് ഡേ കൊടുക്കേണ്ടതും തേർഡ് ഡേ കൊടുക്കേണ്ടതുമായിട്ടുള്ള അതിൻ്റെ ടേബിളുണ്ട്, അവിടെ വരുന്നതാണത്. 20ാമത്തെ ചോദ്യം, as soon as a government servant is admitted to the Provident Fund, the PF account number allotted should be noted on the right hand top of page 1 of his dash with a rubber stamp or in reading. കണ്ടോ? അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ GPFൻ്റെ അക്കൗണ്ട് നമ്പർ വരുമ്പോൾ അത് സർവീസ് ബുക്കിൻ്റെ ആദ്യ പേജിലാണ് അത് എഴുതി ചേർക്കുന്നത്. 21ാമത്തെ ചോദ്യം, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് അപ്രോപ്രിയേറ്റ് ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് ഫ്രം ദ സാലറി ഓഫ് എനി ഗവൺമെൻറ് സെർവൻറ്റ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. ഇത് ഡിസ്ബേഴ്സിംഗ് ഓഫീസാണ് അത് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, ഹൂ ഈസ് ടു ഡ്രോ ദ പേ ഓഫ് ദ ഡെപ്റ്റർ എംപ്ലോയി ഇൻ കേസസ് വെർ ദ ഗവൺമെൻറ് സെർവൻറ്റ് കൺസേൺ intentionally allows his pay to remain undisbursed or undrawn with a view to evading payment on account of dues to cooperative societies. അത് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഓഫീസാണ് അത് ചെയ്യേണ്ടത്. The government servant should himself, at the time of proposing for insurance, remit the first dash installments of the premium direct to LIC. LICയിൽ ചേരുമ്പോൾ എപ്പോഴും സർക്കാർ ജീവനക്കാരൻ ആദ്യത്തെ 2 പ്രീമിയംസ് ആണ് അവിടെ നേരിട്ട് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അത് സാലറി ഡിഡക്ഷനിലേക്ക് മാറി വരിക. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ആർ ദ അതോറിറ്റീസ് കോമ്പിറ്റൻറ്റ് ടു സാങ്ഷൻ കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ. കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്യാൻ കഴിയുന്നത് അത് ഹെഡ് ഓഫ് ഓഫീസിനാവാം, ഒരു ഗസറ്റഡ് ഓഫീസർക്കാവാം, അല്ലെങ്കിൽ ഒരു നോൺ ഗസറ്റഡ് സബോർഡിനേറ്റിനും ആവാം. ഓൾ ദ എബവ് ആണ് അതിൻ്റെ ആൻസർ. 25ാമത്തേത്, a running contract is a contract for the supply of an approximate quantity of stores at a dash price during a certain period. Specified price. റണ്ണിങ് കോൺട്രാക്റ്റും റേറ്റ് കോൺട്രാക്റ്റും വരുന്നുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും മാറി മാറി ചോദിക്കുന്ന ഒരു സെഗ്മെൻ്റാണത്. റേറ്റ് കോൺട്രാക്ട്സ് ആർ സെറ്റിൽഡ് ബൈ ഡാഷ്. ഉണ്ടോ? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എപ്പോഴും റേറ്റ് കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യുന്നത്. ഫോം ഓഫ് കൊട്ടേഷൻ നോട്ടീസ് ഈസ് ഗിവൻ ഇൻ KFC വോളിയം 1 ആസ് അനക്ഷർ 1 ആണത്, അനക്ഷർ 1. 28ാമത്തേത്, ഇൻ അനക്ഷർ 8 ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സപ്ലൈ ഓർഡർ ആസ് പെർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് KFC വോളിയം 1 ഈസ് പ്രൊവൈഡഡ്. 139C ആണ് അതിൻ്റെ ഉത്തരം, KFC വോളിയം 1. 29ാമത്തേത്, ബിഫോർ പ്രിപ്പയറിംഗ് ദ ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ഫോർ എ പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ പ്രിയോറിറ്റി ഈസ് ഗിവൻ ടു സെലക്ഷൻ ഓഫ് സൈറ്റ്. ആദ്യത്തെ പ്രയോറിറ്റി സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. 30ാമത്തെ ചോദ്യം, ക്ലാരിറ്റി വെദർ എനി ഗവൺമെൻറ് സെർവൻറ്റ് മേ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ വർക്ക് വെയർ നോ ഫണ്ട്സ് ഹാവ് ബീൻ ഡ്യൂവലി പ്രൊവൈഡഡ് ഫോർ ഇറ്റ്. ക്യാൻ എൻ്റർ ഇഫ് ഓൺലി അഷുറൻസ് ഓഫ് ഫണ്ട് റിസീവ്ഡ്. അതാണ് അതിൻ്റെ ഉത്തരം. അതായത് അദ്ദേഹം അതിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഫണ്ടിൻ്റെ അഷുറൻസ് വരുത്തണം. ദ നെസസിറ്റി ടു സ്റ്റാർട്ട് എ വർക്ക് ഇമ്മീഡിയറ്റ്ലി ഓൺ ദ അക്കറൻസ് ഓഫ് സം സഡൻ അൺഫോർസീൻ എമർജൻസി ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് എക്സിക്യൂഷൻ ആർ എക്സ്പ്ലെയിൻ ഇൻ ദ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് KFC വോളിയം 1. ആർട്ടിക്കിൾ 185 അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ.
32. During the execution of a work, departmentally, the wages of labor engaged are drawn on muster rolls, which is prepared for each. മസ്റ്റർ റോള് പ്രിപ്പയർ ചെയ്യുന്നത്, മസ്റ്റർ റോളുമായി ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങളുണ്ടാവും, ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെൻ്റ് ആണത്. ഈച്ച് മന്താണ് മസ്റ്റർ റോള് പ്രിപ്പയർ ചെയ്യുന്നത്. 33. ചോദ്യം, all works done otherwise than by daily labor and all supplies relating to a work are recorded in logbook, M-book, work register, none of the above. അതിൽ M-book എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ബുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അപ്പോൾ മെഷർമെൻറ്റ് ബുക്കിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട സെഗ്മെൻറ്റ്സ് ആണ് മെഷർമെൻറ്റ് ബുക്ക്, മസ്റ്റർ റോള്, ദ വർക്ക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ്. 34. ഗവർണർ, ബോർഡ് ഓഫ് റവന്യൂ, ഡിസ്ട്രിക്ട് കളക്ടർ, RDO ആൻഡ് തഹസീൽദാർ ഹാവ് ദ റൈറ്റ് ടു സാങ്ഷൻ ഡാഷ് ഗ്രാൻഡ്. ഉണ്ടോ, ഡിസ്ക്രിഷണറി ഗ്രാൻഡുകൾ കൊടുക്കുന്ന ആളുകളാണത്. 35. ചോദ്യം, ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടു ലോക്കൽ ബോഡീസ് ആർ റെഗുലേറ്റഡ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഓഫ് ഗവൺമെൻറ്. 36. ചോദ്യം, റൂൾസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ ഗ്രാൻഡ്സ് ടു ലൈബ്രറീസ് അലൗസ് അസിസ്റ്റൻസ് നോട്ട് എക്സീഡിംഗ് ഡാഷ് ഓഫ് ദ എസ്റ്റിമേറ്റ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ. അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ 50% വരെയാണ് ബിൽഡിങ്ങിനും ഫർണിച്ചറിനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. 37. ചോദ്യം, വാട്ട് ഈസ് ദ എമൗണ്ട് പേയബിൾ ടു ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡി ഓഫ് എ ഗവൺമെൻറ് സർവൻറ്റ് ഡൈയിങ് ഇൻ ഹാർനസ്. ഉണ്ടാവും, ജോലിക്കിടയിൽ മരണപ്പെടുന്ന ഒരാളുടെ ഡെഡ് ബോഡി. ഓക്കെ, TA ക്ലെയിം ഫ്രം വർക്ക് പ്ലേസ് ടു റെസിഡൻസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഉണ്ടാവും, വർക്ക് പ്ലേസിൽ നിന്ന് റെസിഡൻസ് വരെയുള്ള TA ആണ് അവർക്ക് കിട്ടുക. 38. ചോദ്യം, വിച്ച് അതോറിറ്റി ഹാസ് ദ പവർ ടു സാങ്ഷൻ എനി അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് മോട്ടോർ കൺവെയൻസ്. മോട്ടോർ കൺവെയൻസിൻ്റെ പർച്ചേസിനുള്ള സാങ്ഷൻ കൊടുക്കുന്നത് അത് ഗവൺമെൻറ് ആണ് അത് കൊടുക്കുന്നത്. 39. ചോദ്യം, മാരേജ് അഡ്വാൻസ് എമൗണ്ട് ഈക്വൽ ടു ഡാഷ് ടൈംസ് ഓഫ് ബേസിക് പേ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് ₹30,000 ഈ സാങ്ഷൻ ടു ക്ലാസ് 4 എംപ്ലോയി ആസ് മാരേജ് അസിസ്റ്റൻസ് ഓഫ് ദെയർ ഫീമെയിൽ ചിൽഡ്രൻ. അത് 15 times ആണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ടോ മാരേജ് അഡ്വാൻസ്, അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെൻ്റ് ആണ്. 40. ചോദ്യം, അഡ്വാൻസ് പേ സാങ്ഷൻ ടു എ ട്രാൻസ്ഫേർഡ് എംപ്ലോയി ഷുഡ് ബി റിക്കവേർഡ് ഫ്രം ഹിസ് സാലറി ഇൻ ഡാഷ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഉണ്ടോ, ഒരു ട്രാൻസ്ഫർ ആവുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്ന അഡ്വാൻസ് പേ അത് 3 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സിൽ തിരിച്ചു പിടിക്കേണ്ടതാണ്. 41. ചോദ്യം, ദ സ്കീം ഓഫ് റൈറ്റിംഗ് ഓഫ് ദ ലയബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ് സർവൻസ് ഡൈയിങ് ഇൻ ഹാർനസ് അപ് ടു 2 lakh വാസ് കമ്മിങ് ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ 2 ലക്ഷം വരെയുള്ള രൂപ എഴുതി തള്ളാനുള്ള ഒരു പ്രൊവിഷൻ വന്നത് 17/6/1997 മുതലാണ് ആ ഓർഡർ വന്നത്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ടോ. 42. ചോദ്യം, വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് മണി ദാറ്റ് എ ക്ലാസ് 4 സ്റ്റാഫ് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം ഹിസ് ഓഫീസ്. ഒരു ക്ലാസ് 4 ജീവനക്കാരന് കൊണ്ടുപോകാൻ കഴിയുന്ന പണം ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത് 50,000 രൂപയാണത്. 43. ചോദ്യം, എവറി ആപ്ലിക്കേഷൻ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ലീവ് ടു എ ഗസറ്റഡ് ഓഫീസർ ഷുഡ് റീച്ച് ഗവൺമെൻറ് നോട്ട് ലെസ് ദാൻ ഡാഷ് വീക്സ് ബിഫോർ എക്സ്പയറി ഓഫ് ലീവ് ഓൾറെഡി ഗ്രാൻഡഡ്. 2 weeks ആണ് അതിൻ്റെ ഉത്തരം. 44. ഹൂ ഈസ് ടു റിപ്പോർട്ട് ദ മാറ്റർ ഓഫ് ഡെത്ത് ഓഫ് എ പെൻഷനർ ടു ദ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പെൻഷനർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരാണത് ഡിസ്ബേഴ്സിംഗ് ഓഫീസറെ അറിയിക്കേണ്ടത്? അവിടുത്തെ വില്ലേജ് ഓഫീസറെ അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. 45. ചോദ്യം, വാട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ബൈ ദ ബോർഡ് ഓഫ് റവന്യൂ. ബോർഡ് ഓഫ് റവന്യൂവിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത് അത് 2 to 5 acres ആണ്. 2 മുതൽ 5 ഏക്കർ വരെ ഈ ബോർഡ് ഓഫ് റവന്യൂവിന് ട്രാൻസ്ഫർ ചെയ്യാം. 46. ചോദ്യം, സ്റ്റേറ്റ് വെദർ റെയിൽവേ വാറൻറ്റ്സ് ഫോർ ട്രാവലിംഗ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ മെയിൽ ട്രെയിൻസ്. റെയിൽവേ വാറൻറ്റ്സും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെൻ്റാണ്, ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബൈ എക്സ്പ്ലെയിനിങ് ദ റീസൺസ്. 47. ചോദ്യം, ദ പ്രീമിയം ഡിഡക്ഷൻ ബുക്ക് ഓഫ് എ പോളിസി ഹോൾഡർ ഈസ് കെപ്റ്റ് ബൈ. അത് പ്രീമിയം ഡിഡക്ഷൻ ബുക്ക് ആരാണ് കീപ്പ് ചെയ്യണമെന്നാണ്. കാരണം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ചിരപരിചിതമായിരിക്കും അത് പോളിസി ഹോൾഡർ തന്നെയാണ് അത് കീപ്പ് ചെയ്യുന്നത്. 48. ചോദ്യം, KFC Form 9 is the copy of dash executed by the heirs of a deceased government servant with the government while claiming the arrears of pay and allowances. ഉണ്ടാവും, മരണപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേ ആൻഡ് അലവൻസസിൻ്റെ അരിയേഴ്സ് ക്ലെയിം ചെയ്യുമ്പോൾ അദ്ദേഹം കൊടുക്കേണ്ടത് അതിനുള്ള ഒരു ഇൻഡെംനിറ്റി ബോണ്ടാണ്.
അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 49ാമത്തെ ചോദ്യം. സർട്ടിഫിക്കറ്റ് ഷോയിങ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ്, നെയിംലി ഫോം ഓഫ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് അവൈലബിൾ ആസ്. ഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഫോം 44 ആണ്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2. 50ാമത്തെ ചോദ്യം. റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ആസ് പെർ ഫോം 7 KFC ഈസ് സൈൻഡ് ഇൻ ഓർഡർ ബൈ. KFC ഫോം 7 ആരാണ് അതിൻ്റെ RTC സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. അത് റിലീവ്ഡ് ആൻഡ് റിലീവിംഗ് ഓഫീസേഴ്സ്. റിലീവ്ഡ് ഓഫീസറും സൈൻ ചെയ്യണം, റിലീവിംഗ് ഓഫീസറും സൈൻ ചെയ്യണം. RTCയെ കുറിച്ച് വളരെ വിശദമായി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത്. അടുത്ത 50 ചോദ്യങ്ങൾ ഞാനിതിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ല ദീർഘിപ്പിച്ച് നിങ്ങളെ മടുപ്പിക്കേണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറുകൾ ആവർത്തിച്ച് കണ്ട് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പരിചയത്തിലാവുക. അപ്പോൾ അത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വലിയ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.